ചെയ്യാനില്ല. അവൾ അഡ്മിഷൻ വേണ്ടാന്ന് നിൽക്കുന്നല്ലാണ്ട് എന്താക്കാനാ? ഒരമ്മയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആരുമില്ല ടീച്ചറെ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ. ഉണ്ണിയാ ഞാൻ അമ്പലത്തിൽ പോയതായി മോനെ. ശിവച്ചേ അമ്പലത്തിൽ പോയാലോ? നിങ്ങളെവിടെയും പോയത്? ഞാൻ പ്രഭാരേട്ടൻ്റെ അവിടെ പോയതായിരുന്നു. ആണോ? മോനെ അമ്മക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലാന്നേ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അല്ല മോനെ ഇനി എന്നാ മലക്കുവാണ്? ഞാൻ 23-ാം തീയതി, ഈ മാസം 23-ാം തീയതി. അല്ല ശിവച്ചേ, നിങ്ങളെ മുഖത്തെന്താ എന്തോ ഒരു ബേജാറുള്ള മാതിരി? എന്താ പ്രശ്നമുണ്ടോ? ഇല്ല മോനെ, ഒന്നുമില്ല. എന്താണെങ്കിലും പറഞ്ഞോളേ. അതൊന്നുമില്ല മോനെ. അഞ്ജുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് ഒരു 20,000 ഉറുപ്പ്യേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ആരോടും ചോദിച്ചിട്ട് കിട്ടിയില്ല. അറിയുന്നവരോട് എല്ലാവരോടും ഞാൻ ചോദിച്ചു, ഒരാളും എനിക്ക് തരാൻ തയ്യാറായില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ച് കിട്ടൂല വിചാരിച്ചിട്ടായിരിക്കും. അല്ല ശിവച്ചേ, നാളത്തേക്ക് ഇപ്പോൾ എത്ര പൈസ വേണ്ടി? മോനെ നാളേക്ക് ഒരു 20,000 ഉറുപ്പ്യ കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ളതിന് സമയമുണ്ട്, അത് ഞാൻ എങ്ങനെയെങ്കിലും അടയ്ക്കും. നാളത്തേക്ക് ഇപ്പോൾ 20,000 ഉറുപ്പ്യ പോലെ ശിവച്ചേ? അത് നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. അതിനാണ് നിങ്ങൾ ഇത്ര ബേജാറാകുന്നത്? എവിടുന്ന് ഒപ്പിക്കാനാ മോനെ? ഇനി ഒരാളോടും ചോദിക്കാനില്ല. ഒരമ്മയായി എനിക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. നാളെ രാവിലെ ശിവജി പൈസ അടിക്കണ്ടേ? നിങ്ങളൊന്നും ടെൻഷൻ ആണ്ട. നാളെ രാവിലെ 10 സതീശൻ്റെ വീട്ടിൽ ഞാൻ പൈസ കൊടുക്കുന്നു. 20,000 ഉറുപ്പ്യ അവിടെ കൊടുക്കും. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കോളൂ. മോനെ എനിക്ക് എവിടുന്ന് കിട്ടാനാ മോനെ? ഓരോ ചിലവല്ലേ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ പൈസ എനിക്ക് ചിലവായി. എൻ്റെ സങ്കടം കണ്ടിട്ടായി കുഞ്ഞ് പറഞ്ഞത്. സാരല്ലേ മോനെ, എൻ്റെ മോക്ക് അങ്ങനെ ഒരു വിധി ഇല്ല, ഞാൻ വിചാരിച്ചോളാം. അതൊന്നും നിങ്ങൾ നോക്കണ്ട ശിവച്ചേ. അഞ്ചൂറുള്ള അഡ്മിഷൻ ഫീസ് 20,000 ഉറുപ്പ്യ നാളെ രാവിലെ സതീശൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കും. നിങ്ങൾ ഇനി ഒന്നും കൊണ്ട് പറയാൻ വേണ്ട. ഈ ലേശം തിരക്കുണ്ട്, ഞാനത് പോകാട്ടോ. രാവിലെ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാൽ മതി. മോളെ എമ്പളെ പ്രാർത്ഥന ദൈവം കേട്ട് ഉണ്ണിയേട്ടൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പൈസ. ഏത് സീരിയസിൻ്റെ ഉണ്ണിയേട്ടനാ? ഉണ്ണിയേട്ടൻ എവിടുന്ന അമ്മ പൈസ? ഉണ്ണിയേട്ടൻ എഴുതാൻ ശരിയാക്കിയിട്ട് സതീശാൻ്റെ പീടിയെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു. മോളെ നാളെ നമുക്ക് അഡ്മിഷന് പോകാം. അമ്മേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് അത്രയൊരുക്കി ഞാൻ പ്രാർത്ഥിച്ചുണ്ട്. എനിക്ക് ഈ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് സഹായിക്കാൻ പറ്റൂല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ. എന്തായാലും എൻ്റെ മോളെ സന്തോഷം കാണാൻ പറ്റിയല്ലോ എനിക്ക്. സീനെ, ഞാൻ എന്നെ എത്രയോ വിളിച്ച്, വാതിലോ തുറന്നിട്ടിരിക്കുന്നല്ലോ. ഷീബേച്ചോ, അത് നേരത്തെ ഞാൻ എണീച്ചപ്പോൾ വായിലടയ്ക്കാൻ മറന്നുപോയി. പിന്നെ അതാണ്. പിന്നെ എപ്പോഴും എണീച്ചൂടെ, തല ചുറ്റി കളിയതാ. അത് തന്നെ, ഒറ്റയ്ക്കൊന്നും എപ്പോഴും എണീച്ച് നടക്കണ്ട കേട്ടോ. ഈ കുറേ നേരം വിളിച്ചിനോ? ഞാൻ കുറേ നേരം ആയിരുന്നു വിളിച്ച്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് എണീക്കാൻ കയ്യായിട്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചു സീനെ. പിന്നെ അന്നേരം വരാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു ഷീബേച്ചിയാ? അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ സീനെ. എൻ്റെ മോളെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ നാട് മുഴുവൻ നടന്ന് പൈസക്ക്. എൻ്റെ മോനെ എന്നെ സഹായിച്ചു. എൻ്റെ മോനില്ലെങ്കിൽ ഇന്ന് എൻ്റെ മോൾക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റൂലായിരുന്നു. നിങ്ങൾ എന്തെന്നാ ഷീബേച്ചിയെ പറയുന്നത്? എൻ്റെ മോൻ നിങ്ങളെ സഹായിച്ചെന്നോ? അത് തന്നെ സീനെ, എന്നോട് പറഞ്ഞില്ലേനോയെ? നിങ്ങൾ എങ്ങനെ സഹായിച്ചെന്നാ? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേനു. എന്നാ ഞാൻ പറയാം മോളെ. എന്തറിഞ്ഞില്ല നിങ്ങൾ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മോളെ. മെനയാന്ന് വൈകുന്നേരം എൻ്റെ മോനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ മോൾ ഇപ്പോഴും പുരയെ കുത്തിരിക്കേണ്ടി വരികയായിരുന്നു. കോഴ്സിനൊന്നും പോകാൻ കഴിയൂലായിരുന്നു. മെന്നാന്ന് വൈകുന്നേരം നിങ്ങൾ ഓനെ കണ്ടോ? ഏടുന്നുണ്ട്? എടി ഇമ്പളെ മലയെന്ന് മെനയാന്ന് വൈകുന്നേരം ഓൻ അമ്പലത്തിൽ പോയി വരുന്നു. ഞാൻ അന്നേരം പ്രഭാരേട്ടൻ്റെ അവിടെ പൈസക്ക് പോയി ചോദിച്ച് വരിക. നിങ്ങൾ എന്തേരത്തെ ഷീബേച്ചിയെ പറയുന്നത്? മെന്നാന്ന് വൈകുന്നേരം ഓനെ കണ്ടെന്നോ? ഓനൊരു പണി ശരിയായിട്ട് ഗൾഫിൽ പോയിട്ട് 2 ആഴ്ചയായി. ഗൾഫിൽ പോയോ? ഞാൻ കണ്ടത്. അയ്യപ്പാ ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, ശരണം
കാലും ഞാൻ പിടിക്കും ഭഗവാനെ. ആരോടാണ് ഞാൻ പോയി ചോദിക്കുക? അയ്യപ്പ, ഞാൻ ഇനി എന്താണ് ചെയ്യുക? ആരോടാണ് ചോദിക്കുക? മൂപ്പരുള്ള കാലത്തെല്ലാം കുടിച്ച് നശിപ്പിച്ചില്ല. എൻ്റെ മോളെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുക? ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിദീശ്വരം അരദ്യാപദൂകം